ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നമ്മുടെ കേരളത്തിലുണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് കേരളത്തിലുണ്ടാകും. അതിൻ്റെ തീവ്രത കുറയാൻ, നൃത്തം മാറാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് ചില കാര്യങ്ങൾ അറിയിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ പ്രാർത്ഥനകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ചില വിഷയങ്ങൾ വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ, ഗൗരവത്തോടെ, ഭയത്തോടെ, വിറയലോടെ പ്രാർത്ഥിക്കേണ്ട, മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങൾ, ഗൗരവമായി പ്രാർത്ഥിക്കേണ്ട ചില വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ അറിയിച്ച ചില കാര്യങ്ങളെ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷങ്ങൾ 2024 തൊട്ട് ദൈവാത്മാവ് അറിയിച്ച ചില വിഷയങ്ങളുണ്ട്, ചില പ്രവചന ശബ്ദങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ പ്രത്യേകിച്ച് വരുന്ന 90 ദിവസം ഭാരതത്തിന്, ലോകരാജ്യങ്ങൾക്ക് നിർണായകം എന്ന ഒരു മെസ്സേജ് കൈമാറിയിരുന്നു. അപ്പോൾ തന്നെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏകദേശം ഈ പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ, അതിൻ്റെയൊക്കെ നിവൃത്തീകരണങ്ങൾ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യം, ടൈമുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷയങ്ങൾ, മക്കളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ശുശ്രൂഷ, ജോലിഭാരം, പല കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നവരാണ്. നമ്മളതിന് ടെൻഷൻ അടിക്കേണ്ട, വേറെ അടിക്കാനാ. പക്ഷേ ഇതിനേക്കാളും അപ്പുറമായി ഗൗരവത്തോടെ പ്രാർത്ഥിക്കേണ്ട, വളരെ വിറയലോടെ പ്രാർത്ഥിക്കേണ്ട, ഉപവസിക്കാൻ പറ്റുന്ന ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഇനി ഭാരതം നേരിടാൻ പോകുന്ന ദുരന്തങ്ങൾ, ഭാരതം നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ, ഭാരതത്തിലെ ദൈവമക്കൾ, ജനങ്ങൾ നേരിടാൻ പോകുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ അതികഠിനമാണ്, അതിഭയങ്കരമാണ്. ഇത് നേരത്തെ പരിശുദ്ധാത്മ നമ്മൾ അറിയിച്ച വിഷയങ്ങളാണ്. നമ്മൾ വീണ്ടും ഇത് ഓർത്ത് പ്രാർത്ഥിക്കുക. അതിന് മാറ്റങ്ങൾ സംഭവിക്കട്ടെ, അതിൻ്റെ തീവ്രതകൾ കുറയട്ടെ. കർത്താവ് ഇടപെടുന്ന സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ത്യ നേരിടാൻ പോകുന്ന വലിയ ഒരു പ്രതിസന്ധി, വലിയൊരു പ്രതികൂലം, വലിയൊരു അപകടം, വലിയൊരു അനർത്ഥം, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു ഭൂമികുലുക്കം ഇന്ത്യയിലുണ്ടാകാൻ പോകുന്നു. ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരു ഭൂമികുലുക്കം, ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഭൂമികുലുക്കം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് ചില മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് കൈമാറിയിരുന്നു. 6.4 തീവ്രതയുണ്ടാകുന്ന ഭൂകമ്പം, വലിയ അനർത്ഥങ്ങൾ, വലിയ അപകടങ്ങൾ, വലിയ മരണസംഖ്യകൾ ഉയരുന്ന വിധത്തിലുള്ളത് ഉണ്ടാകുമെന്ന് മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8-9 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. അത് വീണ്ടും ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവമക്കൾ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുക, വലിയ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുക. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ വെറുതെ നിസ്സാരമായി കാണരുത്. ഇതൊരു ഗൗരവം ഉണ്ടാകണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന ഭൂകമ്പം, ഇന്ത്യ വളരെ ഭാരപ്പെടുന്ന, ഇന്ത്യയിലെ ജനങ്ങൾ വളരെ കഷ്ടമനുഭവിക്കുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തമാണ്, വലിയ ഭൂകമ്പമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ദൈവജനം പ്രാർത്ഥിക്കാൻ, എൻ്റെ തീവ്രത കുറയട്ടെ, അനർത്ഥം വഴിമാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്ലീസ് ദൈവമക്കൾ ഇത് കേൾക്കുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് രാപകൽ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരുണ്ട്, രാപകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. പ്രാർത്ഥന ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അറിയിച്ച വിഷയമാണ് വലിയ കൊടുങ്കാറ്റ് ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. വലിയ കൊടുങ്കാറ്റ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ കൊടുങ്കാറ്റ് ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. 100-180 കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് നമ്മുടെ ഭാരതം നേരിടാൻ പോകുന്നു.
ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൻ്റെ തീവ്രത കുറയട്ടെ. സ്വർഗം നമ്മളോട് കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മ ഓർമ്മിച്ച് മറ്റൊരു കാര്യം, ആമേൻ, ജലപ്രളയം ഉണ്ടാകും. ആമേൻ. ഭാരതത്തിൽ ജലപ്രളയം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ കഷ്ടത അനുഭവിച്ച വിഷയമാണ് ഈ ജലപ്രളയം. ആ വിഷയത്തോട് പ്രാർത്ഥിക്കാം. വലിയ ജലപ്രളയത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തെ, നമ്മുടെ കേരളത്തെ, നോർത്ത് ഇന്ത്യ മേഖലകളെ പരിശുദ്ധാത്മാവ് വിടുവിക്കുവാൻ, തീവ്രത കുറയുവാൻ, അതിൻ്റെ കാഠിന്യം കുറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെയൊക്കെ ഗൗരവമായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം ഫ്ലൈറ്റ് ആക്സിഡൻ്റാണ്. ഇത് യൂട്യൂബ് കണ്ടിന്യൂ കാണുന്നവർക്കറിയാം, ഈ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നവർക്കറിയാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കറിയാം. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നമ്മുടെ കേരളത്തിലുണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞു, ഈ നമ്മുടെ വണ്ടികൾ, അതായത് ബസ്സുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പോലെയുള്ള ഫ്ലൈറ്റ് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ അറിയിച്ചു. ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഫ്ലൈറ്റുകൾക്ക് പറക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമുണ്ടായി. ഫ്ലൈറ്റുകൾ ഒത്തിരി ഉയരത്തിൽ നിന്ന് താഴേക്ക്, കിലോമീറ്റർ താഴേക്ക് വന്നിട്ട് വീണ്ടും ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നൊരു സംഭവം. അങ്ങനത്തെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകുന്ന സംഭവം പരിശുദ്ധാത്മാവ് നേരത്തെ അറിയിച്ചിരുന്നു. ദൈവമക്കളെ വിശുദ്ധ പ്രാർത്ഥിക്കുക. ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് കേരളത്തിൽ നിന്ന് ഒഴിവാകട്ടെ. ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒഴിവാകട്ടെ. ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സംഭവം അങ്ങനെ കണ്ടിരുന്നു. നമ്മുടെ കണ്ണൂർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഒരു അന്തരീക്ഷമുണ്ടായി. ദൈവം സഹായിച്ച് അപകടം ഒഴിവായി. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് കേരളത്തിലുണ്ടാകും. ആമേൻ. അതിൻ്റെ തീവ്രത കുറയാൻ, ആ അനർത്ഥം മാറാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക. ദൈവം അറിയിക്കുന്നത്, അഭിഷുദ്ധന്മാരിലൂടെ ദൈവാത്മാവ് അറിയിക്കുന്നത് ദൈവജനം പ്രാർത്ഥിക്കാനാണ്, നീക്കുപോക്കനുണ്ടാകാൻ വേണ്ടിയാണ്. ആമേൻ. അല്ലാതെ ആരുടെയും പേരിനോ പെരുമയ്ക്ക് വേണ്ടി അല്ല. ദൈവമക്കൾ അങ്ങനെ ചിന്തിക്കരുത്. ദൈവമക്കൾ പ്ലീസ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് മാത്രം നിങ്ങൾ ഈ മെസ്സേജ് കൈമാറുക. ആമേൻ. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഉപവസിക്കാം. സാവകാശം കിട്ടുന്നവർ ഉപവസിക്കുക. രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന രാത്രി നിന്ന് പ്രാർത്ഥിക്കുക. അല്ല, പകൽ സമയം നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത് ആ സമയം പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നൊരു സമയമാണ്. നമ്മൾ ഒരുങ്ങുക. പലതും കേൾക്കേണ്ടാത്തത് നമ്മൾ കേൾക്കും. വിശ്വാസ ഓളത്തിൽ നിന്നും അല്ലാതെ എല്ലാം നമുക്ക് പ്രതിസന്ധികളും നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതികളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയെല്ലാം കാണാം. ഓക്കെ, ഇതെല്ലാം ഉണ്ടാകും. ഒരു സൈഡിൽ നടക്കുമ്പോൾ തൻ്റെ ഭക്തന്മാർ അവർ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ആമേൻ. തൻ്റെ മക്കൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്കൊരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ സഹജീവികൾ കൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗം അവരെ സംരക്ഷിക്കട്ടെ. നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളോർത്ത് പ്രത്യേകം ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആമേൻ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു വിഷയം, ആമേൻ, വലിയ ഉണക്ക്, വരൾച്ച ഉണ്ടാകാൻ പോകുന്നു. ഇതും നേരത്തെ പറഞ്ഞ വിഷയമാണ്. ഇതേക്കുറിച്ച് പ്രാർത്ഥിക്കുക. വലിയ വരൾച്ച ഉണ്ടാകാൻ പോകുന്നു. വലിയ ഉണക്ക് ഉണ്ടാകാൻ പോകുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെ പോകും നമുക്കറിയാം. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഈ 2 മാസങ്ങൾ, ജൂൺ ജൂലൈ മാസങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാതെ പെയ്യുന്ന മഴ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചു വന്നവരാണ്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ നോക്കുക, മഴ നമുക്ക് കിട്ടുന്നില്ല, ചൂട് കൂടുന്നു, വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഇത് മുൻകൂട്ടി പറഞ്ഞതാണ്. 2024 ദൈവശബ്ദം കൈമാറിയതാണ്. 2025, 2026 സഹിച്ചുകൂടാത്ത
ചൂടുണ്ടാകും. 50-52 ചൂടുണ്ടാകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കണമെന്ന് 2024 പ്രവചനശബ്ദം കൈമാറിയിരുന്നു. 2026 ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് യൂട്യൂബ് കണ്ടവർക്കറിയാം, വാച്ച് ചെയ്തവർക്കത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും പരിശുദ്ധ ഓർമ്മപ്പെടുത്തി 49, 51 എന്ന ഡിഗ്രി ചൂട്, 49 ഡിഗ്രി, 51 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ചൂട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വലിയ ഒരു വരൾച്ചയിലേക്ക്, അന്ന് പറഞ്ഞ പ്രവചനശബ്ദം ഇങ്ങനെയാണ്, തോടുകളും നദികളും വറ്റിക്കിടക്കുന്ന ഒരു ദർശനമാണ് പരിശുദ്ധാത്മാവിനെ കാണിച്ചത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വേഗത്തിൽ മഴ പെയ്യട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകട്ടെ. ആ ചൂട് വലിയ ക്ഷാമത്തിലേക്കാണ് പോകുന്നത്, വലിയ ക്ഷാമത്തിലേക്ക്. ഈ കാര്യവും പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. വരൾച്ച വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് കൃഷിനാശമാണ്. അത് ഉണ്ടാകാൻ പോകുന്നത് വലിയ ക്ഷാമത്തിലേക്ക് നമ്മുടെ ഭാരതം പോവും, നമ്മുടെ കേരളം മാറും. അതുകൊണ്ട് ദൈവങ്ങൾ പ്രാർത്ഥിക്കുക. ആ വരൾച്ചയിൽ നിന്നും കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തെ, ഞങ്ങളുടെ കേരളത്തെ സംരക്ഷിക്കണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സ്വർഗം ആ വിഷയത്തിൻ്റെ മേൽ കരുണ കാണിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ആ വരൾച്ചയിൽ നിന്നും കർത്താവ് സംരക്ഷിക്കട്ടെ. നമുക്ക് ഈ കഴിഞ്ഞ നമ്മുടെ ചൂട് സമയത്ത് നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. 40 ഡിഗ്രി, 37 ഡിഗ്രിയൊക്കെ വന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇത് 49 ഡിഗ്രി എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, ജനങ്ങൾ ചത്തൊടുങ്ങും, ജനങ്ങൾ ചത്തു വീഴുന്ന ഒരു ക്ലൈമറ്റാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ ഒരു തലത്തിലേക്ക് പോകാതിരിക്കട്ടെ. ചൂട് കൂടിയാൽ പകർച്ചവ്യാധികളുണ്ടാകും. ആ വിഷയം പ്രത്യേകം ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിച്ച വിഷയം, പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ പോകുന്നു. വീണ്ടും കൊറോണ സമയത്തുണ്ടായതുപോലെ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് കേരളം മാറാൻ പോകുന്നു, ഇന്ത്യ മാറാൻ പോകുന്നു. രാജ്യങ്ങൾ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് എന്ന പ്രവചന ശബ്ദം കൈമാറിയിരുന്നു. ഇപ്പോൾ പല പകർച്ചവ്യാധികളാലും പല മേഖലകളും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. വ്യാപനം നിൽക്കട്ടെ, പകർച്ചവ്യാധിയുടെ വ്യാപനം നിൽക്കട്ടെ. സ്വർഗം സഹായിക്കട്ടെ. നമുക്കത് പ്രാർത്ഥിക്കാം. രോഗബാധകൾ പടരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തെ, നമ്മുടെ ഭാരതത്തെ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തിയത്, ജനത്തോട് പ്രാർത്ഥിക്കാൻ, ഈ വിഷയം കൈമാറാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ, ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങൾ മുഴുവൻ വലിയ സന്തോഷത്തിലാണ്. കാരണം ലോകകപ്പ് നടക്കുകയാണ്, മത്സരം നടക്കുകയാണ്. ഫുട്ബോൾ ലോകകപ്പ് നടക്കുകയാണ്. ആ വലിയ ആഘോഷത്തിൻ്റെ നടുവിൽ വലിയൊരു കണ്ണീരായി മാറുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. വലിയൊരു അനർത്ഥം, വലിയ 100 കണക്കിന് ആൾക്കാർ മരണപ്പെടുന്ന ഒരു സംഭവം, ഈ ആഘോഷം കണ്ണീരായി മാറുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ അനർത്ഥം മാറട്ടെ. അതിൻ്റെ ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. വലിയൊരു അനർത്ഥം, വലിയൊരു അപകടം, ഈ വേൾഡ് കപ്പ് മത്സരത്തിൻ്റെ ഇടയിൽ വലിയൊരു അപകടം നടക്കും. ദൈവജനം പ്രാർത്ഥിക്കുക. ആ അനർത്ഥം ഒഴിവാകട്ടെ. നിരവധി പേർ മരിക്കുന്ന ഒരു സംഭവം, എല്ലാവരെയും ലോകരാജ്യങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സംഭവം ഉണ്ടാകും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആ വിഷയം മാറാൻ പ്രാർത്ഥിക്കുക. ജനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. എല്ലാവരെയും ദൈവം സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കർത്താവ് സൂക്ഷിക്കട്ടെ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിങ്ങൾ ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യുക. അതീവ ഗൗരവത്തോടെ നിങ്ങൾ ഈ വിഷയം പ്രാർത്ഥിക്കുക. ഈ പ്രവചന ശബ്ദങ്ങൾ പരാതി പറയുന്നവരും കളിയാക്കുന്നവരും അവരവരുടെ പണി ചെയ്യട്ടെ.
പ്രാർത്ഥിക്കുന്നവരിലേക്ക് നിങ്ങൾ കൈമാറുക. വേഗത്തിൽ പ്രാർത്ഥിക്കുക. വരും നാളുകൾ വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന നാളുകളാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിൻ്റെ വരവിന് ഒരുങ്ങാം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മുടെ ഭാരതത്തെ, ലോകരാജ്യങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. കർത്താവ് കരുണ കാണിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.